നമസ്കാരം. വേദാന്ത അസ്ട്രോളജി ആൻഡ് മിത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ, ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ വേദാന്ത് ശർമ്മ. വേദാന്ത അസ്ട്രോളജിയുടെ വ്യത്യസ്തമായ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. ക്രിസ്തുവർഷം 2025 മാർച്ച് മാസം 29-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട് മീനമാസം 15-ാം തീയതി ശനിയാഴ്ച രാത്രി 10:39 കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനിഗ്രഹത്തിന് പകർച്ച വരികയാണ്. സൂര്യൻ മുതൽ കേതു വരെയുള്ള നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ് ശനി. അത് കണ്ടകശനിയായിട്ടും അഷ്ടമശനിയായിട്ടും ഏഴരണ്ട ശനിയായിട്ടും 27 നക്ഷത്രങ്ങളിൽ പകുതിയിലേറെ പേരെ ബാധിക്കുകയും ബാക്കിയുള്ള നക്ഷത്രക്കാർക്ക് ഈ ശനിമാറ്റം കൊണ്ട് ശനിദോഷം കുറഞ്ഞു വരികയോ ഒഴിഞ്ഞു പോവുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇവിടെ സംഭവിക്കുക. ജാതകത്തിൽ ശനിദശയോ ശനിയുടെ അപഹാരകാലങ്ങളോ നടക്കുന്നവർക്ക് കണ്ടകശനിയോ അഷ്ടമശനിയോ ഏഴരണ്ട ശനിയോ കടന്നു വരികയാണെങ്കിൽ ഈ ശനിമാറ്റത്തിലൂടെ അവർക്ക് ദോഷാധിക്യവും, ബുധൻ വ്യാഴം ശുക്രൻ ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ ദശാകാലവും അപഹാരകാലവും നടക്കുന്നവർക്ക് കണ്ടകശനി അഷ്ടമശനി ഏഴരണ്ട ശനി തുടങ്ങിയ കാലദോഷം കടന്നു വന്നാൽ ദോഷങ്ങൾക്ക് കുറവും അനുഭവപ്പെടുന്നതാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും 2025 മാർച്ച് 29 സംഭവിക്കുന്ന ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ച് വിശദമായി വിവരിക്കുന്ന വീഡിയോകളുടെ ആദ്യത്തെ അധ്യായമാണിത്. ഈ അധ്യായത്തിൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരത്തിന്റെ ആദ്യത്തെ 30 നാഴിക, അതായത് മേടം, ഇടവം എന്നീ രാശികളിൽ ജനിച്ചിട്ടുള്ളവർക്ക് ശനിമാറ്റത്തിലൂടെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഭാഗ്യാനുഭവങ്ങളും ഗുണങ്ങളും ദോഷങ്ങളുണ്ടെങ്കിൽ അവയ്ക്കുള്ള പരിഹാരവും നിർദ്ദേശിക്കുന്ന ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതിനോടൊപ്പം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, എൻ്റെ ആരാധനാമൂർത്തികളുടെയും പരദേവതമാരുടെയും തിരുമുമ്പിൽ വിശേഷ ദിവസങ്ങളിൽ നടത്തിവരുന്ന പൂജകളിലും പ്രാർത്ഥനകളിലും അർച്ചനകളിലും നിങ്ങളുടെ ദോഷങ്ങൾ തീർക്കുവാനുള്ള പുഷ്പാഞ്ജലികളും പ്രാർത്ഥനകളും നടത്തണമെന്നുള്ളവർ അവരവരുടെ ശരിയായ പേരും നക്ഷത്രവും ജനന തീയതിയും കൂടി കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ പേരിൽ അർച്ചനയും പ്രാർത്ഥനയും നടത്തുന്നതാണ്. വ്യക്തിപരമായ ജ്യോതിഷ ജാതക കാര്യങ്ങൾ അറിയണമെന്നുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയ ശേഷം മാത്രം അവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് തരിക. മേടം രാശിഫലം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, അതായത് മേടൻ രാശിയിൽ ജനിച്ചിട്ടുള്ളവർക്ക് 2025 മാർച്ച് മാസം 29 നടക്കുന്ന ശനിയുടെ മാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഏഴരണ്ട ശനിയുടെ തുടക്കമാണ്. ഏഴരണ്ട ശനി എന്ന് പറഞ്ഞാൽ 7.5 വർഷം നീണ്ടു നിൽക്കുന്ന ശനിയുടെ ഒരു ദോഷ കാലഘട്ടമാണ്. അതായത് മേടൻ രാശിയുടെ 12-ാം ഭാവമായ മീനൻ രാശിയിൽ ആദ്യത്തെ 2.5 വർഷം ശനി സ്ഥിതി ചെയ്യുമ്പോഴും അതിനുശേഷം മേടൻ രാശിയിൽ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന 2.5 വർഷവും അതിനുശേഷം ഇടവൻ രാശിയിലേക്ക് മാറി 2.5 വർഷം സ്ഥിതി ചെയ്യുന്ന അങ്ങനെ 7.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിനെയാണ് ഏഴരണ്ട ശനി എന്ന് പറയപ്പെടുന്നത്. ഏഴരണ്ട ശനിയുടെ തുടക്കമാണെങ്കിലും ആദ്യത്തെ 1 വർഷക്കാലം ഏഴരണ്ട ശനിയുടെ ദോഷങ്ങളൊന്നും നിങ്ങളെ പ്രത്യേകിച്ച് ബാധിക്കുന്നതല്ല. അതായത് പൊതുവെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളും സ്ഥാനചലനങ്ങളും പ്രമോഷനും ഒക്കെ ലഭിക്കുന്നൊരു കാലഘട്ടം തന്നെയാണ്. എന്നാൽ 1 വർഷത്തിന് ശേഷം നിങ്ങളെ ബാധിക്കുന്ന ഏഴരണ്ട ശനി എന്ന് പറയുന്നത് പാപം, വ്യയം ച പതനം നിരയേ വാമമമ്പകം സ്ഥാനഭ്രംശഞ്ച വൈകല്യം ദ്വാദശേന ചിന്തയിൽ എന്നാണ്. പാപം, ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളിലൊക്കെ നമുക്ക് പൊതുവെ താല്പര്യം കുറഞ്ഞു വരും. നമ്മുടെ മനസ്സോ ശരീരമോ അറിയാതെ നമ്മൾ പല പാപകർമ്മങ്ങളിലും ചെന്ന് ചാടേണ്ടുന്ന അവസ്ഥകൾ ഉണ്ടാകാം. തർക്കങ്ങളിലോ വഴക്കുകളിലോ അകപ്പെട്ട് കേസുണ്ടാകുന്ന അവസ്ഥയും വന്നു ചേരാം. വാഹന സംബന്ധമായിട്ടുണ്ടാകുന്ന വിഷമതകളും നഷ്ടങ്ങളും ഉണ്ടാക്കാം. വ്യയം ച പതനം, വ്യയം അധികമായ ചിലവുകൾ ഉണ്ടാക്കും. എത്ര പണം കയ്യിലേക്ക് വന്നു കഴിഞ്ഞാലും അത് സ്ഥിരമായി സേവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നാണ്. മാത്രമല്ല, ശനിയുടെ ദശാകാലങ്ങളിലും ഏഴരണ്ട ശനിയുടെ സമയങ്ങളിലുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതകളും കടബാധ്യതകളും വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ അധികമായ ചിലവുണ്ടാകുകയും സാമ്പത്തിക ബാധ്യതകളും കടബാധ്യതകളും വന്നു ചേരാനുള്ള സാധ്യതകളും 1 വർഷത്തിന് ശേഷം നിങ്ങളെ ബാധിക്കുന്നതാണ്. വ്യയം ച പതനം, പതനം എന്ന് പറഞ്ഞാൽ ഒരാളിനെ സംബന്ധിച്ച് വീഴ്ച എന്നാണ്. അത് ശാരീരികമായ വീഴ്ചയാകാം, സാമ്പത്തികമായ വീഴ്ചയാകാം. പ്രായാധിക്യമുള്ളവരെ സംബന്ധിച്ച് ശാരീരികമായ വീഴ്ചകൾക്ക് പ്രാധാന്യം കൂടും. അതുകൊണ്ട് തന്നെ ശാരീരികമായ വീഴ്ചകളും അപകടങ്ങളും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്.
ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ബിസിനസ്സുകാരെ സംബന്ധിച്ചും ബാധിക്കുന്നതെന്ന് പറയുന്നത് സാമ്പത്തികമായ വീഴ്ചകളാണ്. സാമ്പത്തിക വീഴ്ച എന്ന് പറയുന്നത് പൊതുവെ സാമ്പത്തികമായിട്ടുണ്ടായിരിക്കുന്ന ഉന്നതിക്ക് തടസ്സമുണ്ടാവുകയും പല വിധത്തിലുണ്ടാകുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടാവുകയും സാമ്പത്തിക നഷ്ടം വരികയും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നഷ്ടത്തിലാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അധികമായ ചെലവുകളും സാമ്പത്തിക കടബാധ്യതകളും ഒഴിവാക്കുക. പാപം വ്യയം ച പതനം നിരയെ വാമമമ്പകം. വാമമമ്പകം എന്ന് പറഞ്ഞാൽ ഇടത് കണ്ണ് എന്നാണ് അർത്ഥം. ഇടതുവശത്തെ കണ്ണ്. അപ്പോൾ ഇടത് കണ്ണിനോ കണ്ണുകൾക്കോ കാഴ്ചയ്ക്കോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകളിലേക്ക് വരാം. ഇടത് കണ്ണിന് അപകടങ്ങളോ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്ത് ഇടത് കൈക്കോ ഇടത് കാലിനോ ശരീരത്തിൻ്റെ ഇടത് വശത്തോ ഉദര സംബന്ധമായിട്ടോ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകാം. മാത്രമല്ല ഇടത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നൊരു പ്രധാന അവയവമാണ് ഹൃദയം. അപ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളോ അസുഖങ്ങളോ അലട്ടുകയോ അതിൻ്റെ തുടക്കങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്ന അവസ്ഥകളിലേക്കും വന്നു ചേരാം. സ്ഥാനഭ്രംശഞ്ച വൈകല്യം. സ്ഥാനഭ്രംശം ഉണ്ടാകാം. അതായത് സ്ഥിരമായി നിൽക്കുന്ന ജോലിയിൽ നിന്നും സ്ഥാനം വിട്ടു പോവുകയോ വിദേശത്ത് ജോലി ചെയ്ത് വരുന്നവർക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയോ നാട്ടിൽ വരുന്നവർക്ക് പിന്നെ തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം വരികയോ ഒക്കെ ചെയ്യാം. മാത്രമല്ല ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും പലതരത്തിലുണ്ടാകുന്ന സ്ഥാനമാറ്റങ്ങളും സ്ഥാനചലനങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഒരു വർഷത്തിന് ശേഷം കൂടുതലായി ബാധിച്ചു തുടങ്ങുന്നതാണ്. സ്ഥാനഭ്രംശഞ്ച വൈകല്യം. വൈകല്യങ്ങൾ ഉണ്ടാകാം. ശാരീരികമായ വൈകല്യങ്ങൾ വന്നു ചേരാമെന്നാണ്. അപകടങ്ങളോ അസുഖങ്ങളോ വീഴ്ചകളോ ഉണ്ടായിട്ട് ശാരീരികമായ വൈകല്യങ്ങൾക്കും അതുപോലെ തന്നെ സാമ്പത്തിക വൈകല്യങ്ങൾക്കും ഇടവരുന്നതുമാണ് എന്നാണ് ഈ ഏഴരണ്ട ശനിയുടെ തുടക്കകാലത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന വസ്തുതകൾ. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടുന്നൊരു സാഹചര്യമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഏഴരണ്ട ശനിയുടെ തുടക്കകാലത്തുണ്ടാകുന്നത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു വർഷത്തിനകത്ത് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും സാവധാനം ഓരോ സ്റ്റെപ്പുകളായിട്ട് അത് നമ്മളെ ബാധിച്ചു തുടങ്ങുന്ന അവസ്ഥകളിലേക്ക് എത്തും. ആദ്യം നമ്മുടെ ജോലിയോ വരുമാന മാർഗങ്ങളോ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകളിലേക്കായിരിക്കും വന്നു ചേരുന്നത്. അത് കഴിഞ്ഞാൽ വരുമാനം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സാമ്പത്തികമായ ബാധ്യതകളിലേക്ക് ചെന്നെത്തിപ്പെടുകയും അവിടെ കടം വാങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ആ കടം തീർക്കുന്നതിന് വേണ്ടി വീണ്ടും കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥകളിലേക്ക് വന്നു ചേരും. അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നമ്മളെ സാമ്പത്തികമായ പൂർണ്ണമായ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ എപ്പോഴും വെച്ചു പുലർത്തുക. അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ചെറിയ തരത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ അത് വലിയ തരത്തിലേക്ക് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ അസുഖങ്ങൾക്ക് തീവ്രത ഉണ്ടാവുകയോ അത് പലതരത്തിലുണ്ടാകുന്ന വിഷമതകൾക്ക് ഇടയാക്കുകയോ ചെയ്യുന്നൊരവസ്ഥയും വന്നു ചേരാം. വാഹനം കൈകാര്യം ചെയ്യുന്നവർ ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനം വാങ്ങുകയോ വിൽക്കുകയോ വാഹനം ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളോ അപകടങ്ങളോ വരാതെ നോക്കേണ്ടതുമാണ്. ഏഴരണ്ട ശനി ആരംഭിച്ച് ഒരു വർഷത്തിന് ശേഷം ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും പലതരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളും പ്രശ്നങ്ങളും അധികരിച്ചു വരികയും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കുന്നതിനുള്ള കാലതാമസവും തടസ്സങ്ങളും വർദ്ധിച്ചു വരികയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ സംബന്ധമായിട്ടുണ്ടാകുന്ന വിഷമതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങളോ പരാജയങ്ങളോ വന്നു ചേരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏഴരണ്ട ശനിയുടെ ആദ്യത്തെ കാലഘട്ടത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ ശനിദോഷ പരിഹാരങ്ങളും പ്രാർത്ഥനകളും കൃത്യമായും ചെയ്യേണ്ടതാണ്. ശനിദോഷ പരിഹാരം എന്ന് പറയുമ്പോൾ പ്രധാനമായും നവഗ്രഹ ക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വര പൂജ ചെയ്യിപ്പിക്കുക. അതിനോടൊപ്പം ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക. എല്ലാ ദിവസവും ശനിമന്ത്രങ്ങൾ ഉരുവിടുക. ശനിയുടെ ദോഷകാലഘട്ടങ്ങളിൽ ഉരുവിടേണ്ടുന്ന ശനീശ്വര മന്ത്രം ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചേർക്കുന്നതാണ്. അതെല്ലാവരും കൃത്യമായി മനസ്സിലാക്കി എഴുതിയെടുത്ത് കൃത്യമായും ചൊല്ലുക. താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥന പകുതിയും ഈശ്വരന് വേണ്ടി സമർപ്പിക്കേണ്ടത് പകുതിയുമാണ്. കൃത്യമായി ശനീശ്വരനെ പ്രാർത്ഥിക്കുകയും ശനിക്ക് വേണ്ടുന്ന പരിഹാര പൂജകളും പ്രാർത്ഥനകളും ചെയ്തു പോന്നാൽ ഒരു പരിധിവരെ ഏഴരണ്ട ശനിയുടെ ഈ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ പരിഹരിക്കുവാനും കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായും ശനീശ്വര പൂജയും പ്രാർത്ഥനകളും മുടക്കാതിരിക്കുക. ശനിമന്ത്ര ജപത്തിൽ കൂടി ശനി പരിഹാര പൂജകളിൽ കൂടിയും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവം രാശിഫലം. 2025 മാർച്ച് മാസം 29-ാം തീയതി രാത്രി സംഭവിക്കുന്ന ശനിമാറ്റത്തിലൂടെ ഇടവൻ രാശിക്കാർക്ക് വളരെയധികം ആശ്വസിക്കാവുന്നൊരു കാലഘട്ടമാണ് കടന്നു വരുന്നത്. ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന കാർത്തിക മുക്കാലും, അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിലും രോഹിണി നക്ഷത്രത്തിലും മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിലും ജനിച്ചിട്ടുള്ളവർക്ക് ഇതുവരെ ഉണ്ടായിരുന്നൊരു കണ്ടകശനിയുടെ മാറ്റമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. കഴിഞ്ഞ 2.5 വർഷക്കാലമായി കണ്ടകശനി എന്ന് പറയുന്നൊരു മാരകദോഷം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കണ്ടകശനിയുടെ ഫലമായി തൊഴിൽ പരാജയങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും
സാമ്പത്തികമായ കടബാധ്യതകളും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായ പരാജയങ്ങളും തടസ്സങ്ങളും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായും അല്ലാതെയുമുള്ള വഴക്ക്, തർക്കം, കേസ് തുടങ്ങിയുള്ള കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെട്ടിരുന്ന കാലഘട്ടമാണ്. പ്രധാനമായും തൊഴിൽ മാർഗങ്ങളെയും വരുമാന മാർഗങ്ങളെയും ബാധിച്ചിരുന്ന ആ കണ്ടകശനിയാണ് ഈ മാർച്ച് മാസം 29 നിങ്ങളെ വിട്ടുമാറുന്നത്. ഇടവൻ രാശിക്കാർക്ക് ഈ കണ്ടകശനി മൂലം ബാധിച്ചു വന്നിരുന്ന പ്രധാനപ്പെട്ട ദോഷമാണ് തൊഴിൽ സംബന്ധമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകൾ. ഒരാളിനെ സംബന്ധിച്ച് തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ ആദ്യം ബാധിക്കുന്നത് സാമ്പത്തിക പ്രയാസങ്ങളാണ്. ജോലിയില്ലാതെ വരികയും വരുമാന മാർഗങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുമ്പോൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുക സ്വാഭാവികമാണ്. അതിനുശേഷം പിന്നെ വന്നു ചേരുന്നത് കടബാധ്യതകളാണ്. അപ്പോൾ കടബാധ്യതകളും സാമ്പത്തിക പ്രയാസങ്ങളും ജോലിയിലും വരുമാന മാർഗങ്ങളിലും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും കൊണ്ട് ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നൊരു സാഹചര്യമാണ് ശരിക്കും ഇടവൻ രാശിക്കാർക്ക് ഉണ്ടായിരുന്നത്. അതിനൊക്കെ സ്ഥായിയായ ഒരു മാറ്റം തന്നെയാണ് ഈ മാർച്ച് മാസം 29 വരുന്ന ശനിമാറ്റത്തിലൂടെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഈ ശനിമാറ്റം നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നൊരു കാലാവസ്ഥയിലേക്കാണ് കടന്നു വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനും തടസ്സങ്ങളില്ലാതെ വിദ്യാഭ്യാസം കൊണ്ടുപോകുവാനും ജോലി അന്വേഷിച്ച് നടന്നിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്കുണ്ടായിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കിക്കൊണ്ട് സ്ഥിരമായ ജോലിയും വരുമാന മാർഗങ്ങളും നേടിയെടുക്കുവാനും അതുപോലെ തന്നെ പ്രമോഷൻ ആഗ്രഹിച്ചു കഴിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ആനുകൂല്യങ്ങളും വരുമാനത്തിലുണ്ടാകുന്ന വർധനയും നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ്. ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിച്ച് വന്നിരുന്ന സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിച്ച ബിസിനസ്സുകാർക്ക് ആ സാമ്പത്തിക നഷ്ടങ്ങളെല്ലാം പരിഹരിക്കുവാനും കൂടുതൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും അതിലൂടെ കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് കടന്നു വരുന്നത്. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നവർക്കും വിവാഹ തടസ്സങ്ങളെല്ലാം മാറ്റാനും നല്ല വിവാഹബന്ധം നേടിയെടുക്കുവാനും പ്രണയിതാക്കൾക്ക് വിവാഹം കഴിക്കുവാനുള്ള സാഹചര്യവും വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ കണ്ടകശനി സമയത്ത് പിണങ്ങി കഴിഞ്ഞിരുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് ആ പിണക്കങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരുമിച്ച് ചേരുവാനും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സന്തോഷകരമായി ജീവിക്കുവാനുമൊക്കെ ഈ ശനിമാറ്റം കൊണ്ട് സാധിക്കുന്നതാണ്. അധ്യാപകർക്കും അഭിഭാഷകർക്കും ഒക്കെ സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുവാൻ സാധിക്കും. എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വരുന്നവർക്കും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ അകറ്റുവാനും കൂടുതൽ ഉന്മേഷത്തോടു കൂടി ജോലി തുടരുവാനും ആനുകൂല്യങ്ങളും വരുമാനങ്ങളും വർദ്ധിപ്പിച്ചെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പുതിയ വീട് നിർമ്മിക്കുവാനോ വാങ്ങുവാനോ ഉള്ള നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ കേസുകളോ വഴക്കുകളോ തർക്കങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം ഒഴിവാക്കുവാനും നിങ്ങളുടെ ഭൂമി ക്രയവിക്രയത്തിലൂടെ നല്ല ലാഭം നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗ്രഹം മോടി പിടിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് പോലും ആ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുവാൻ സാധിക്കുന്നതാണ്. പൊതുവെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഈ ശനിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഗുണകരമായ മാറ്റം തന്നെയാണ്. കാരണം 11ാം ഭാവത്തേക്ക് വരുന്ന ശനി നിങ്ങൾക്ക് ചെയ്യുന്നത് സാമ്പത്തിക ലാഭവും സാമ്പത്തിക ഉന്നതിയും തൊഴിൽ പുരോഗതിയും ജീവിത പുരോഗതിയും ഒക്കെ പ്രദാനം ചെയ്യുന്നൊരു കാലഘട്ടം തന്നെയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരാധീനതകളും എല്ലാം ഒഴിവാക്കുവാനും കൂടുതൽ തൊഴിൽ മേഖലകൾ കണ്ടെത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും ജോലിയിൽ കൂടി വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും ഉണ്ടായിരുന്ന പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവരുമായി രമ്യതയിൽ എത്തിച്ചേരുവാനും കൂടുതൽ സന്തോഷകരമായി കുടുംബ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അലട്ടിയിരുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുവാനും സ്ഥിരമായി ഉണ്ടായിരുന്ന രോഗാവസ്ഥകളെ തരണം ചെയ്യുവാനും രോഗങ്ങളെ പരിഹരിക്കുവാനും ആരോഗ്യവും ആയുസ്സും ദീർഘായുസ്സും നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്നവർക്ക് അതായത് വ്യാപാര വ്യവസായ കച്ചവട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരുന്നവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നീക്കുവാനും സാമ്പത്തിക പ്രയാസങ്ങൾ കുറച്ചുകൊണ്ട് വരുവാനും സാമ്പത്തിക പ്രയാസങ്ങൾ ഇല്ലാതാക്കി എടുത്തുകൊണ്ട് കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടുവാനും കൂടുതൽ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും സാധാരണ തൊഴിലാളികൾക്കും കർഷകർക്കും അനുഭവപ്പെട്ടിരുന്ന സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തരണം ചെയ്യുവാനും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് മോചനം നേടുവാനും ഈ ശനിമാറ്റത്തിലൂടെ നിങ്ങൾക്കും സാധിക്കുന്നതാണ്. പൊതുവെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ജീവിതം കൂടുതൽ സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ശനിമാറ്റത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ശനിദശയോ ശനിയുടെ അപഹാരകാലങ്ങളോ നടക്കുന്നവർ കൃത്യമായിട്ടും ശനീശ്വര മന്ത്രജപവും പ്രാർത്ഥനകളും പൂജകളും മുടക്കാതിരിക്കുക. ആ ശനിമന്ത്ര ജപവും പ്രാർത്ഥനയും നിങ്ങൾക്ക് കൂടുതൽ നല്ലതേ വരുത്തുകയുള്ളൂ. ശനിയുടെ പീഡാഹര സ്തോത്രം അറിയാത്തവർക്ക് വേണ്ടി ആ സ്തോത്രം ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നു. സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷ ശിവപ്രിയ
മന്ദചാര പ്രസന്നാത്മാ പീഡാം ഹരതുമേ ശനി. ഈ സ്തോത്രം ദിവസേന 19 പ്രാവശ്യവും ഓം ശം ശനീശ്വരായ നമഃ എന്ന ശനിമന്ത്രം 108 പ്രാവശ്യം ഉരുവിടുകയും ചെയ്യുക. ഈ ശനീശ്വര മന്ത്രം കൃത്യമായിട്ടും എഴുതിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഭജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശനിദേവനെ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ശനിഗ്രഹത്തെ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെല്ലാം ദൂരീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും പ്രദാനം ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഈ മന്ത്രജപവും പ്രാർത്ഥനയും ഈശ്വരാനുഷ്ഠാന കർമ്മങ്ങളും കൊണ്ട് നിങ്ങളുടെ ജീവിതം പുണ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോഴേക്കും കൃത്യമായിട്ടും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.